ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ആദ്യം ശ്രീ അനിൽകുമാർ, അടിസ്ഥാന സൗകര്യ വികസനം എന്നത് ജനങ്ങളുടെ അടിസ്ഥാന അവകാശമാണെന്നും അതിന് ടോൾ കൊടുക്കേണ്ടി വരുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള യൂസർ ഫീ കൊടുക്കേണ്ടി വരുന്നത് കൊള്ളയും ചൂഷണവുമാണ് എന്നും കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും അധികം പറഞ്ഞു പഠിപ്പിച്ചത് CPM ആണ്. അതേ CPM തന്നെ കിഫ്ബി പാതകളിൽ ചുങ്കം ചുമത്താൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? CPMന്റെ നയം മാറ്റിയോ? അത് ഉത്തരം പറ. അത് CPM നയമൊന്നും മാറ്റിയിട്ടില്ല. പക്ഷെ ദേശീയപാതയിൽ ടോൾ പിരിക്കുന്നത് കൊള്ളയല്ലേ എന്നൊരു ചർച്ച ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, അത് ടോൾ പിരിച്ചുകൊണ്ട് കിബിയെ ഓടിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിച്ചിട്ടേയില്ല. മുന്നണി ആലോചിച്ച കാര്യവുമല്ല. പിന്നെന്താണ് സംഭവിച്ചത്? കിബിയിലൂടെ ഏതാണ്ട് 87,000 കോടി രൂപയുടെ പദ്ധതിയാണ്, 87,437 രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരമായിട്ടുള്ളത്. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിലെന്തോ കൈയുണ്ട്. കിബി ഇല്ലാതെ കേരളത്തിന് ഈ വികസനം ഉണ്ടാകുമായിരുന്നില്ല. കേരളത്തിന്റെ വികസനത്തിന് നിർണായക പങ്ക് വഹിച്ച ഈ അക്ഷയപാത്രം ക്ഷയിക്കാതിരിക്കാൻ ആവശ്യമായ നിലപാടുകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുത്തും. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്നുവെച്ചാൽ ടോൾ ഉണ്ടാകുമോ ഇല്ലയോ? ജനങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യത്തിൽ, ഇതുവരെ തീരുമാനിച്ചിട്ടില്ലാത്ത കാര്യത്തിൽ കിബിയെ കേന്ദ്രം തടയുമ്പോൾ, കിബി വികസന മാതൃകയെ അട്ടിമറിക്കുമ്പോൾ എന്നിട്ട് കിബിയെ സംരക്ഷിക്കാൻ ഒരു പോരാട്ടം കേരളം നടത്താൻ പോവാണ്. ആ കേരളം നടത്താൻ പോകുന്ന കിബി സംരക്ഷണ പോരാട്ടം കേരളത്തെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഭയങ്കരം തന്നെ. ആ പോരാട്ടം എങ്ങനെ വേണം? നാട്ടുകാര് തീരുമാനിച്ചല്ലോ. കേന്ദ്ര സർക്കാർ ജില്ലക്കാശ് എന്നില്ലേലും വയനാട്ടിൽ ദുരിതാശ്വാസത്തിന് കേരളത്തിന്റെ മാതൃക ഉണ്ടാകും. ഇനി ഒരു അക്ഷരം വേണ്ടി കുത്തി കൊടലെടുക്കും ഞാൻ, ചതിയൻ. അത് മോദിയുടെ പൈസ ഇല്ലേലും ഞങ്ങൾ നടത്തുമെന്ന് കേരളം തീരുമാനിച്ചല്ലോ. ആ ജനങ്ങൾ തന്നെ കിബിയെ രക്ഷിക്കാൻ രംഗത്തിറങ്ങും. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. കിബിയെ കൊല്ലണോ വേണ്ടയോ? നമുക്ക് ഇന്ന് രാത്രി തീരുമാനിക്കാം. കിബിയെ കൊല്ലണോ വേണ്ടയോ? കൊല്ലാൻ വേണ്ടി കോൺഗ്രസ്, കൊല്ലാൻ വേണ്ടി കേന്ദ്രം, കൊല്ലാൻ വേണ്ടി BJP. കൊല്ലരുതെന്ന് കേരളത്തിലെ ജനങ്ങൾ. ഇതാണ് വൈരുദ്ധ്യം. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. നാക്കെടുത്താന്നേ പറയൂ. കിബിയെ സംരക്ഷിക്കാനുള്ള തീരുമാനത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. അതാണ് ഞങ്ങളുടെ തീരുമാനം. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ടോൾ കൊടുക്കണം അല്ലേ? അതല്ല ഉദ്ദേശം. ദേശീയപാത ടോൾ കൊടുക്കാനുള്ള അനുഭവത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ വരികയാണ്. അപ്പൊ നാട്ടുകാർ കാര്യം മനസ്സിലാകും, മാതൃകകൾ ഉണ്ടാവും. ആ മാതൃകയിൽ ഇത് നിലനിൽക്കാൻ എന്ത് വേണം എന്നതിലേക്ക് ജനങ്ങൾ തീരുമാനം എടുക്കും. വേറെന്തെങ്കിലും ഓപ്ഷൻ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ ശ്രീ അനിൽകുമാർ? ഇത് ജനങ്ങളുടെ തലയിലിടേണ്ട കാര്യമൊന്നുമില്ല. കുറച്ചുകൂടി സത്യസന്ധതയെങ്കിലും നമുക്ക് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ ജനങ്ങളോട് കാണിക്കാവുന്നതാണ്. പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ പരിഗണനയിൽ, CPMന്റെ പരിഗണനയിൽ ഇപ്പോഴുള്ളത് ഈ കിഫ്ബി പദ്ധതികളിൽ വരുന്ന റോഡുകളിൽ വലിയ തുക ചെലവഴിച്ച് ഉണ്ടാക്കുന്ന കിഫ്ബി റോഡുകളിൽ ടോൾ പിരിക്കുക എന്ന ഓപ്ഷൻ അല്ലാതെ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, എന്തെങ്കിലും ഓപ്ഷൻ താങ്കൾ ഈ പറയുന്ന കിഫ്ബിയെ രക്ഷിക്കാൻ നിങ്ങളുടെ മുന്നിലുണ്ടോ? നേരെ പറയാമല്ലോ, കിഫ്ബി റോഡുകളിൽ ടോൾ പരിഗണിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാനാകുമോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിലവിലുള്ള ടോൾ ഗേറ്റ് മാതൃകയിൽ ഒരു ടോൾ ഗേറ്റും ഒരു കിഫ്ബി റോഡിൽ ഉണ്ടാകാൻ പോകുന്നില്ല. സത്യം. മാത്രമല്ല, കിബി എന്ന് പറയുന്ന റോഡ് മാത്രമല്ല, 1140 പദ്ധതികളുണ്ട്. ഇതെല്ലാം റോഡ് മാത്രമാണ്. ഇവിടെ എല്ലാം ടോൾ പിരിക്കാൻ പറ്റുമോ? ടോൾ എന്ന പരിപാടി ആലോചിച്ചിട്ടില്ല. അതേസമയം കിബി നിലനിൽക്കാൻ വേണ്ടിയുള്ള മാതൃക എന്ത് വേണം അത് ആലോചിക്കാം. ജനങ്ങൾ പണം കൊടുക്കേണ്ടി വരുമോ? ജനങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു ആലോചനയിലേക്ക് കടക്കുമ്പോൾ ജനപ്രതിനിധിയോടുകൂടി അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. LDF-ൽ ചർച്ച ചെയ്തു എന്ന് ഇന്ന് ഇടതുമുന്നണി കൺവീനർ പറഞ്ഞു. LDF-ലെ മറ്റു കക്ഷികൾ ഇന്ന് മാധ്യമങ്ങളെ അറിയിച്ചത് അങ്ങനെ ഒരു ചർച്ച അവിടെ നടന്നിട്ടില്ല എന്നാണ്. ധനസമാഹരണം വേണ്ടിവരും എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നല്ലാതെ എങ്ങനെയുള്ള ധനസമാഹരണം, ഇതുപോലെ ടോൾ ചുമത്തുക എന്ന നിർദ്ദേശമൊന്നും ഇടതുമുന്നണിയിൽ ചർച്ചയേ ആയിട്ടില്ല. നിങ്ങൾ വളർത്താനാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങൾ കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതായത് വളർത്താനാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തന്നെ കിഫ്ബിക്ക് വേണ്ടി, ശ്രീ അനിൽകുമാർ, ഇപ്പോൾ തന്നെ കിഫ്ബിക്ക് വേണ്ടി പെട്രോൾ സെസ്സും മോട്ടോർ വാഹന സെസ്സും ഒക്കെ കൊടുക്കുന്ന കേരളത്തിലെ ജനങ്ങൾ തന്നെ
കിഫ്ബിയെ നിലനിർത്തണമെങ്കിൽ ഇനി യൂസർ ഫീ എന്നോ നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു പേരിട്ടോ കൂടുതൽ പണം മുടക്കണം. ചുരുക്കി പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? കല്ലും മണ്ടി തപ്പണ്ട, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. കിബി ചോദിച്ചാൽ ബാങ്കുകാർ കടം തരണം. അപ്പൊ കിബി ചോദിച്ചാൽ ബാങ്കുകാർക്ക് കടം കിട്ടാൻ വേണ്ടി ബാങ്കുകാർക്ക് നിക്ഷേപം തിരിച്ചു കിട്ടാനുള്ള വായ്പ തിരിച്ചു കിട്ടാനുള്ള പണം ഇവിടെയൊക്കെ സോഴ്സ് ഉണ്ട്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? സോഴ്സ് കാണിക്കാൻ വേണ്ടി നിലവിൽ കിട്ടേണ്ട നികുതി എത്രയാണോ അതിൽ നിന്നൊരു ഭാഗം കിബിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണ്, താങ്കൾ പറയുന്നത് എന്താണ്? ഏർപ്പെടുത്തിയിട്ടില്ല. നിങ്ങളുടെ അക്കൗണ്ട് ഏതാണെങ്കിലും അക്കൗണ്ടിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് ഏത് നിയമനിർമ്മാണം ഉണ്ടാക്കിയാലും കേരളത്തിലെ ജനങ്ങൾ തന്നെയാണ് ഇപ്പോഴും കിഫ്ബിയിലേക്കുള്ള പണത്തിന്റെ വിഹിതം പൂർണ്ണമായും വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ പണം അവർ വഹിക്കേണ്ടി വരും. അതല്ലേ ഈ പറഞ്ഞതിന്റെ ചുരുക്കം? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതേവരെ കിബി ഏർപ്പെടുത്തിയതിന്റെ പേരിൽ ₹1 അധിക നികുതി കേരളത്തിലെ ജനങ്ങൾ കൊടുത്തിട്ടില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. അത് തന്നെ നമുക്ക് കൺഫ്രണ്ട് ചെയ്യാം. ഞാൻ ഏത് റെക്കോർഡ് എടുത്ത് കൺഫ്രണ്ട് ചെയ്യാൻ തയ്യാറാണ്. അധിക നികുതി ആവുന്നത് എന്തിനാണ്? ജനങ്ങൾ കൊടുക്കുന്ന മോട്ടോർ വാഹന നികുതിയിൽ നിന്നും പെട്രോൾ സെസ്സിൽ നിന്നുമാണ് കിഫ്ബിയിലേക്ക് പണം പോകുന്നതെങ്കിൽ ഇനിയും കിഫ്ബിക്ക് പണം കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലെ ജനങ്ങളല്ലേ എന്നാണല്ലോ ചോദിച്ചത്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. കേന്ദ്രം കേരളത്തിന്റെ മേലെ വെക്കുന്ന ഉപരോധത്തെ തടയാനുള്ള യുദ്ധത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ചെയ്യുന്ന കാര്യങ്ങൾ LDF എല്ലാ ഘടകകക്ഷികളുമായി ആലോചിച്ചും ഭാവിയിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സാധ്യത പഠനം വരെ തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങളുമായി കേന്ദ്രവുമായുള്ള യുദ്ധമേ നേരെ പറയൂ. പക്ഷെ അതിന് ജനങ്ങൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരുന്ന പണത്തിന്റെ കണക്ക് പറയില്ല, നേരെ പറയില്ല. അത് വളഞ്ഞേ പറയുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അല്ലല്ല കേരളത്തിലെ ജനങ്ങൾ കേന്ദ്ര സർക്കാരുമായി യുദ്ധത്തിലാണ്. കേരളത്തെ ഒറ്റുകൊടുക്കുന്ന കേന്ദ്രവുമായിട്ടാണ് കോൺഗ്രസുകാർ സഹകരിക്കുന്നത്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. അപ്പൊ കോൺഗ്രസും കേന്ദ്രവും കൂടെ കൂടി കേരളത്തിലെ ജനങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നിയമപരമായി മറികടക്കേണ്ടതുണ്ട്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. കേന്ദ്രത്തിന്റെ തടസ്സങ്ങളെ നിയമപരമായി മറികടക്കേണ്ടതുണ്ട്. മറികടക്കാൻ ആവശ്യമായ തന്ത്രങ്ങൾ നിർമ്മിക്കും. ആ തന്ത്രങ്ങളുടെ ഭാഗമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അതിൽ രഹസ്യങ്ങളേ ഇല്ല. ഇതെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. ജനകീയ വീട്ടിലെ കുളമുള്ളത് കൊണ്ടാണ്. പൂർണ്ണമായി അതിനോട് യോജിക്കുന്നു. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങളാണ് കിഫ്ബിയുടെ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറഞ്ഞാലും അതിന്റെ പ്രത്യാഘാതം ജനങ്ങളുടെ തലയിലേക്ക് ഇടില്ല എന്നാണല്ലോ CPM-ന്റെ രാഷ്ട്രീയ നിലപാട്. അതിനൊക്കെ പുറത്താണ് CPM-ന്റെ ടോൾ വേണ്ട, ജനങ്ങളല്ല തെറ്റായ നയങ്ങളുടെ ഭാരം വഹിക്കേണ്ടത് എന്ന നിലപാട് മാറിയോ? അതൊന്നും എനിക്കറിയാൻ മേല. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, അത് കഴിഞ്ഞാൽ പിന്നെ കടത്തിന്റെ പലിശ, ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഇത്രയും കാര്യം വീട്ടിൽ കഴിയുമ്പോൾ ഒരു 3500 കോടി കൂടി ഉണ്ടെങ്കിലേ കേരളത്തിൽ ഓരോ വർഷവും നടന്നു പോകാൻ പറ്റൂ. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് മാസം? ഏപ്രിൽ. 6250 കോടി രൂപ കേരളം കൊടുത്ത് എവിടുന്ന? കിബി ഇല്ല, കേരളത്തിൽ ദേശീയപാത ഉണ്ടാകുമായിരുന്നു. ഇത് നാട്ടുകാർക്ക് അറിയത്തില്ലേ? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ. കിബി ഇല്ലായിരുന്ന കേരളത്തിൽ ദേശീയപാത ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പൊ പണിയുന്ന ദേശീയപാത മുമ്പുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്തെ പാതയാണോ? ഇപ്പൊ കേരളത്തിൽ ഷാനി കാണുന്ന മലപ്പുറത്തെ ദേശീയപാത അല്ല, കേരളത്തിലെ പലയിടത്തെയും ദേശീയപാതയുടെ വികസനം ഉമ്മൻചാണ്ടി കാലത്തെ പാതയല്ല. അതിനൊന്നും ഇല്ലേ? അപ്പൊ ദേശീയപാതയുണ്ട്, പക്ഷേ അത് 6 വരി പാതയല്ല, 2 വരി പാതയാ. ആ 2 വരി പാതയെ 6 വരി പാതയാക്കണം, സ്ഥലം എടുക്കണം. ഉമ്മൻചാണ്ടി പേടിച്ചോടി. പിണറായി വിജയൻ 20% വഴി കേന്ദ്രത്തിന് കൊടുത്തു. ഉമ്മൻചാണ്ടിയെ പേടിച്ചോടി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അന്ന് പേടിപ്പിച്ചതാരായിരുന്നു? കേട്ടില്ല. ഉമ്മൻചാണ്ടി പേടിച്ചോടി എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അന്ന് ഉമ്മൻചാണ്ടിയെ പേടിപ്പിച്ചതാരായിരുന്നു? ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി SDP.
ഇന്നിനി നീ മിണ്ടരുത്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. മറ്റ് രണ്ട് അതിഥികളും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കിഫ്ബി പരാജയപ്പെട്ടു എന്ന സമ്മതമാണോ ടോൾ പിരിക്കാനുള്ള നീക്കം? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കിഫ്ബി പരാജയപ്പെടുകയല്ല, ഇന്നുള്ളതിനേക്കാൾ കുറെ കൂടെ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ ആവശ്യമായ ജനപിന്തുണയോടെയുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് കിഫ്ബിയെ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? കിഫ്ബി ഇന്ത്യ രാജ്യത്ത് കേരളം ഉയർത്തുന്ന ദേശീയ ബദലിന്റെ ഒരു സമര മാതൃകയാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. അത് കേന്ദ്ര സർക്കാരിനുള്ള സമര മാതൃകയാണ്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന അവരുടെ സാമ്പത്തിക നയത്തിനെതിരായ കേരളത്തിന്റെ സമര മാതൃകയാണ്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഈ ടോൾ ഭാരം കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത്. എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, വയനാട് ദുരിതാശ്വാസത്തിന് ജനങ്ങൾ പണം കൊടുത്തത് ഭാരമായിട്ടാണോ? ജനങ്ങൾ എന്തിനാണ് വയനാട് ദുരിതാശ്വാസത്തിനെ കണ്ടത്? കേരളത്തിന്റെ സമരമാണ്. കേന്ദ്രം കേരളത്തെ സഹായിക്കില്ല. വയനാട്ടിലെ ജനങ്ങളെ ചേർത്ത് പിടിക്കണം. ലോകത്തിന്റെ ചാമ്പ്യൻ ഇന്ത്യയിലെ കിഫ്ബി ദുരിതാശ്വാസം പ്രഖ്യാപിച്ചൂടെ? കേരളത്തിലെ ജനങ്ങൾ ഉദാരമായി സംഭാവന രാജ്യത്ത് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.